ഗൂഗിൾ അവരുടെ ക്വാണ്ടം റിസർച്ചിൽ ഏറ്റവും പുതിയൊരു ടെക്നോളജി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ക്വാണ്ടം വില്ലോ ചിപ്പ് എന്ന് പറയും. നിങ്ങൾ ഒരുപക്ഷെ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. സോ അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിന് ക്ലാസിക്കൽ കമ്പ്യൂട്ടറിനെ ഔട്ട്റൺ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മാക്സിമം ലെവലാണ് ഗൂഗിൾ അതിനെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ വില്ലോ ചിപ്പിൻ്റെ കുറച്ച് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ 105 ഫിസിക്കൽ ക്യൂബിറ്റ്സ് ഉണ്ട്. അതേപോലെ അതിൻ്റെ വില്ലോ ചിപ്പിന് മുമ്പ് വന്ന സൈക്കാമോർ എന്ന് പറയുന്ന ആ ഒരു വെർഷനേക്കാളിലും എത്രയോ മടങ്ങ് എന്താ പെർഫോമൻസ് ഉള്ള ഒരു ചിപ്പാണ്. ഈ ഒരു വില്ലോ ചിപ്പ് ഫാസ്റ്റർ ആണെന്ന് ഗൂഗിൾ പറയാൻ കാരണം അതിനെ പറയാൻ കാരണം എന്ന് പറയുന്നത് അവരൊരു ഗൂഗിൾ ഇക്കോ എന്ന് പറയുന്ന ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്യും. അത് ഒരു ക്ലാസിക്കൽ കമ്പ്യൂട്ടറിന് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും സോൾവ് ചെയ്യാനായിട്ട്. പക്ഷേ ഈ ക്വാണ്ടം വില്ലോ ചിപ്പ് 13,000 ടൈംസ് ഫാസ്റ്ററായിട്ട് അതിനെ സോൾവ് ചെയ്തു. സോ ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ക്വാണ്ടം എക്കോസ് എന്താന്ന് പറയണം. എക്കോ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം, നമ്മൾ പ്രതിധ്വനിക്കുക. സോ അതിനൊരു എക്സാമ്പിളായിട്ട് ഇപ്പം ബാറ്റ്സ് ഒക്കെ കേവ്സിനകത്തോട്ട് കയറി പോകുമ്പോൾ അതിന് മുമ്പിലുള്ള എന്തെങ്കിലും ഒബ്സ്റ്റക്കിളിനെ അവർ മുമ്പേ മനസ്സിലാക്കുന്ന പോലെ, അല്ലെങ്കിൽ കപ്പലുകളിലെ സോണാർ ഉപയോഗിക്കുന്ന പോലെ മുമ്പിലുള്ള ഒബ്സ്റ്റക്കിൾ മുമ്പേ മനസ്സിലാക്കുന്നത് പോലെ ആണ് ഈ ഒരു അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ സോണാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഷിപ്പിലെ സോണാർ. എക്സാമ്പിളായിട്ട് ഞാനൊരു ഷിപ്പിൻ്റെ ക്യാപ്റ്റനാണ്. എനിക്കൊരു മിഷനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റക്കേജിൽ പെട്ടുപോയ ഒരു ഷിപ്പിനെ അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ മിഷൻ. അപ്പം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ സോണാർ ഡിറ്റക്ടേഴ്സിൽ എനിക്ക് കുറേ ഷിപ്സിൻ്റെ നിറഞ്ഞ ഇക്കോ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് അവിടെ ഒരു ഷിപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ഞാൻ തിരയുന്ന ആ പർട്ടിക്കുലർ ഷിപ്പാണോ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാലും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എന്തെങ്കിലും നമ്പർ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാലും, അതാണ് ക്വാണ്ടം എക്കോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്വാണ്ടം എക്കോസ് ഉപയോഗിച്ചിട്ട് നേച്ചറിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ കഴിയും. എക്സാമ്പിളായിട്ട് മോളിക്കുലർ സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ മാഗ്നറ്റ്സ്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോൾസ്, അങ്ങനെയുള്ള വാസ്റ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ കെമിസ്റ്റ് അവരെ ഡ്രഗ്സ് ഡിസ്കവർ ചെയ്യുന്നതിന് NMR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു പരിപാടി, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് പറയും. അപ്പോൾ അത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മോളിക്യൂള് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അതിൻ്റെ ഷേപ്പിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ഭാഗമായിട്ട് ഈ ഗൂഗിൾ വില്ലോ ചിപ്പ് ഈ NMR സ്പെക്ട്രോമീറ്ററിന് പകരം ഉപയോഗിച്ചു. ഒരു മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി. സർപ്രൈസിംഗ്ലി ഈ വില്ലോ ചിപ്പ് പ്രെഡിക്റ്റ് ചെയ്തു. വീണ്ടും അവർ NMR ഉപയോഗിച്ച് സെയിം എക്സ്പെരിമെൻ്റ് ചെയ്തു. അപ്പോൾ കിട്ടിയ റിസൾട്ടും സെയിം ആയിരുന്നു. സോ ഗൂഗിൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഒരു തവണ ചെയ്തതുകൊണ്ട് ഇവരിത് പറയുകയല്ല ചെയ്യുന്നത്. ഇവരിതിനെ വെരിഫയബിൾ ആണെന്ന് പറയുന്നു. മീൻസ് ഇവർ ഈ ഒരു സെയിം ആൽഗോരിതത്തിനെ വേറൊരു ക്വാണ്ടം എൻവയോൺമെൻറ്റിൽ വേറൊരു ക്വാണ്ടം സിസ്റ്റത്തിൽ റണ്ണ് ചെയ്താലും ഈ സെയിം റിസൾട്ട് തന്നെ കിട്ടും എന്നാണ് അവർ പറയുന്നത്. ഓട്ടോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ടൈം ഓർഡർ കോറിലേറ്റർ എന്നാണ് അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണ്, ഒരു ക്വാണ്ടം സിസ്റ്റത്തുമായിട്ട് സർഫസുകൾ തമ്മിൽ ഇൻ്ററാക്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഇൻ്റർകണക്ഷനെ മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓട്ടോക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഓട്ടോക്ക് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യമാണ്. കാരണം ഇതിനകത്ത് ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഒരു സിഗ്നൽ എന്ന് പറഞ്ഞാൽ വളരെ ഫെയിൻറ്റുമാണ്. അപ്പോൾ ഈ ഒരു പ്രധാനമായിട്ടാണ് വില്ലോ ചിപ്പ് ഉണ്ട്. വില്ലോ ചിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പ്രിസൈസായിട്ടുള്ള ഗേറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ കണ്ടക്റ്റിംഗ് യൂണിറ്റാണ് ഈ വില്ലോ ചിപ്പ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. വില്ലോ ചിപ്പിൽ 105 ക്യൂബിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 105 ക്യൂബിറ്റ്സിലേക്കും ഒരു സീരീസ് ഓഫ് ഗേറ്റ്സിനെ റൺ ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ക്യൂബിറ്റിനെ സെലക്ട് ചെയ്യും, അത് റിവേഴ്സ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ ഈ സെലക്ട് ചെയ്ത ക്യൂബിറ്റ് ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെയാണ് വരയ്ക്കുന്നത്. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഒരു സെറ്റ് ഓഫ് സിസ്റ്റത്തിൽ നിന്ന് ഒരു പാർട്ടിക്കിളിനെ സെലക്ട് ചെയ്തു. ആ പാർട്ടിക്കിളിനകത്ത് വരുന്ന ചേഞ്ച് മറ്റ് പാർട്ടിക്കിളിലേക്ക് സ്പ്രെഡ് ചെയ്യും. അതിന് വരുന്ന ചേഞ്ച് മറ്റേതിനെ റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഒരു ഗേറ്റ് റിവേഴ്സ് ചെയ്യും. ഗേറ്റ് റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്, ഫോർവേഡ് ആയതും റിവേഴ്സ് ആയതും തമ്മിലുള്ള സിഗ്നൽസ് തമ്മിൽ ഇൻ്റർഫറൻസ് ഉണ്ട്. എന്നിട്ട് ആ ഇൻ്റർഫറൻസിനെ കാൽക്കുലേറ്റ് ചെയ്യും.
ഈ ഇൻ്റർഫറൻസിനെയാണ് ഇക്കോ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഇക്കോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു സിസ്റ്റത്തിലെ ഹിഡൻ ഫീച്ചേഴ്സിനെ റിവീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വാണ്ടം എക്കോ എന്താണെന്നും അല്ലെങ്കിൽ ക്വാണ്ടം എന്താ മെക്കാനിസം, ഇത് ഓട്ടോക്ക് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ക്വാണ്ടം മെക്കാനിക്സിനകത്ത് വരുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസാണ്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ ആദ്യം തൊട്ട് നോക്കേണ്ടി വരും. ഞാൻ ഒരു ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്, ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, നിങ്ങൾക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.